ഹലോ അമൃത. ഹായ്. ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ത്? ഞാൻ കണ്ടില്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്തൊരു കഷ്ടം നോക്കിയ, വാതിലും തുറന്നിട്ട് കാശും സ്വർണ്ണമൊക്കെ പുറത്തു വെച്ച് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടെ ഇല്ലേ രണ്ടുപേരും? ഇല്ലെന്ന് ഇവിടെ ആരും ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാ. അയ്യോ, വരുന്നുണ്ട്. അതാ വരുന്നു. എവിടെ പോയതാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇത് എത്ര നേരം ഞാനിവിടെ ചെക്കപ്പിന് പോയതാണല്ലേ. ഡോക്ടർ എന്താ പറഞ്ഞു? നോർമലാണോ സാറേ? എന്നെ കണ്ടിട്ട് നോർമലായിട്ട് തോന്നണല്ലേ? അല്ല സാറിന്റെ കാര്യമല്ല, ഞാൻ കൊച്ചിന്റെ കാര്യം വെച്ചത്. കൊച്ചു ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല. ചവിട്ട് തൊടിയും വേണ്ട ബഹളം. അതല്ലേ? എങ്ങനെയാ ഡോക്ടറെ ഇപ്പൊ ഡെലിവറിയുടെ കാര്യമൊക്കെ സംസാരിച്ച് കാണുമല്ലോ, അപ്പൊ വല്ല ഡേറ്റ് എന്നാണ് എന്ന് വല്ല പറഞ്ഞാ? കൃത്യമായിട്ടൊരു ഡേറ്റ് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ 10-ാം തീയതിക്ക് മുന്നേ ഒരു ദിവസം എന്ന് പറഞ്ഞു. 9-ാം തീയതി ഞാൻ ഉണ്ടാവില്ല. 9-ാം തീയതി ഞാൻ അംബാനിയായിട്ടൊരു മീറ്റിംഗ് ഉള്ളതല്ലേ. മേഡം 7-ാം തീയതി ആവരുത് കേട്ടാ. എനിക്കൊരു പാലുകാച്ചിലുണ്ട്, ഞാൻ പോയാലേ പാലുകാച്ചിൽ നടക്കുള്ളൂ. അതെ, എല്ലാരോടും കൂടിയായിട്ടൊരു കാര്യം പറയാണ്. ഇതങ്ങനെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ അങ്ങനെ ഒപ്പിക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ല. ഇതൊക്കെ അതിന്റെ വഴിക്ക് നടക്കണ്ടേ? ദൈവം തീരുമാനിക്കും. ബേബി ഡോക്ടർ എന്താ പറഞ്ഞേ? സുഖപ്രസവമായിരിക്കോ? പിന്നെ ഡോക്ടർക്ക് നല്ല സുഖമല്ലേ, മാസത്തിലൊരു 4 പ്രസവം കിട്ടിയ പിന്നെ ഇത് പൊളിക്കോ? അതെ, ഈ സുഖപ്രസവവും സിസേറിയനും ഉണ്ടല്ലോ, ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സുഖപ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ. സിസേറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വേദന. ഭാര്യയുടെ വയറും കീറും, ഭർത്താവിന്റെ നിക്കറും കീറും. അതാണ്. അതെ സാറേ, നല്ല ക്ഷീണം കൊണ്ടിട്ട് പോയി റെസ്റ്റ് എടുക്കണം. സാറിനല്ല റെസ്റ്റ് വേണ്ടത്, മാഡത്തിനാ റെസ്റ്റ് വേണ്ടത്. നല്ല ഹെൽത്തി ബേബി ഉണ്ടാവാനായിട്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞത്. അതെല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞ് ഞാനും കഴിക്കും, വേണമെങ്കിൽ മാഡത്തിനും കൊടുക്കും. കഴിഞ്ഞെടുക്കട്ടെ. മേഡം ചെല്ലു സാറേ. പോന്നില്ലേ? പോണ്ട്. നല്ല നേഴ്സാണ്. വന്നപ്പോ 40 കിലോ ഉണ്ടായുള്ളൂ, ഇപ്പൊ 65.